ഹലോ, എൻ്റെ പേര് ധന്യ. ഞാനിവിടെ ജർമ്മനിയിലെ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ട്രാക്സ് ആൻഡ് ലൈറ്ററിനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ചെറിയൊരു ബ്ലോഗ് ചെയ്യാമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഇവിടെ ജർമ്മനി ഫസ്റ്റ് വന്നപ്പം എനിക്കൊക്കെ സംഭവിച്ച ഒരു ചെറിയ കാര്യങ്ങൾ. ഞാൻ 4 ഇയർ BSc നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഇവിടേക്ക് വന്ന് ഇവിടെ വൈറ്റോ ബിൽഡിങ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇവിടെ ട്രാക്സ് ആൻഡ് ലൈറ്ററിനായത്. നാട്ടിൽ നിന്ന് നമ്മളെല്ലാവരും A1, A2, B1, B2 ഒക്കെ കഴിഞ്ഞിട്ടാണ് വരാറ്. അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, എഴുതാനൊക്കെ അറിയാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ജർമ്മനി വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എല്ലാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഡ്യൂട്ടിക്ക് ചെല്ലുന്നു. അപ്പം നമ്മൾ എല്ലാവരും വിഷ് ചെയ്യുന്നൊരു ഇതുണ്ട് ഇവിടെ. അപ്പോൾ ഗുഡ് മോർഗൻ എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും തിരിച്ചു മോയിഷ് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, ഞാൻ പഠിച്ചത് ഗുഡ് മോർഗൻ എന്നൊക്കെയാണല്ലോ. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഇതുണ്ടോ? പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഓരോരോ സ്ഥലത്ത് ഇപ്പോൾ റൈനാം ഫാൾസിലാണ് ഫെലിസിഷ്, ബയണിലാണ് ബയറിഷ്, അങ്ങനെ ഓരോ സ്ഥലത്ത് അവരുടേതായ ഡയലക്ട്സുകളുണ്ടെന്ന്. അതുപോലെ ചിലവർ ഇഹ് എന്ന് വെച്ചാൽ ഞാൻ എന്നുള്ളൊരു അർത്ഥത്തിൽ ഇഹ് എന്ന് പറയും, ചിലർ ഇഷ് എന്ന് പറയും. അതൊക്കെ ഓരോ സ്ഥലത്തെ ഡയലക്ട്സുകൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നമ്മൾ വരാറ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മെഡിക്കൽ ഫീൽഡ് ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ മെഡിക്കൽ ടേംസുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സിർജൻ സ്പ്രിറ്റ്സ് അല്ലെങ്കിൽ ഇപ്പം SpO2 മെഷർ ചെയ്യണം, അപ്പോൾ സേറ്റിങ്, അങ്ങനെയൊക്കെ ഫസ്റ്റ് ഞാൻ ഡ്യൂട്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പെട്ടെന്ന് ഇവർ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും, കർത്താവ് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അത് ഇപ്പോൾ വരുന്ന നമ്മുടെ ഇന്ത്യക്കാർക്ക് മാത്രമല്ല, വേറെ രാജ്യത്തു നിന്ന് വരുന്ന പല ആൾക്കാർക്കും, വേറെ രാജ്യത്തു നിന്ന് വരുന്നവർക്കൊക്കെ ഇതേ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം മെഡിക്കൽ ടേംസ് നമ്മൾ നാട്ടിൽ നിന്ന് അതെല്ലാം അത്ര കാര്യമായിട്ട് പഠിച്ചിട്ടല്ല വരാറ്. പിന്നെ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ കൂടെ കൂടി, അതുപോലെ തന്നെ കുറേ ബുക്സും അതുപോലെ ഇവരുടെ കൂടെ കൂടിയൊക്കെ നമ്മൾ ഒത്തിരി അറിവുകൾ നമുക്ക് ലഭിക്കും. എനിക്ക് ഇവരിൽ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയുക, നമുക്കൊരു നാണക്കേടുണ്ടെങ്കിൽ പോലും വന്ന സമയങ്ങളിലൊക്കെ അങ്ങോട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരത് ക്ഷമപൂർവ്വം കേട്ട് നമ്മൾ എവിടെയാണോ പ്രൊനൗൺസിയേഷൻ തെറ്റിച്ചത് അത് അവർ കറക്റ്റ് ചെയ്ത് തരുന്ന ഒരു പ്രകൃതം കൂടി മിക്കവർക്കും ഉണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ലൈഫിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ശരിക്കും നേഴ്സിംഗ് രജിസ്ട്രേഷന് ഡയറക്റ്റ് ഓർക്കൊണ്ടാണ് ലഭിച്ചത്. അന്ന് എനിക്കൊന്നും പ്രാക്ടിക്കും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ മിക്കവർക്കും തന്നെ പ്രാക്ടിക്കും, അതെന്ന് വെച്ചാൽ അൺപാസ് ലേർഗം അല്ലെങ്കിൽ കെന്നിസ് പ്രൂഫിങ് മിക്കവർക്കും തന്നെയുണ്ട്. ഒരു കണക്കിന് ഒരു വശം കൊണ്ട് ചിന്തിച്ചാലും ശരിക്കും എക്സാമാണ്, ടെൻഷനുണ്ട്, എല്ലാം അറിയാം. പക്ഷെ എന്നാലും ഞാനൊക്കെ വന്ന സമയത്ത് നേഴ്സായിട്ട് ഡയറക്റ്റ് അവർ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് തരും. പക്ഷെ ഇപ്പം വരുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്സ് ആൻഡ് ലൈറ്ററിന്റെ കീഴെ അവർക്ക് ഗൈഡൻസ് കൊടുത്ത് ആ സ്റ്റേഷനിൽ എങ്ങനെയാണ് ആ റൂട്ടീൻസ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു സമയം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വരുന്നവർക്ക് മിക്കവർക്കും തന്നെയുണ്ട്. അത് ഒരു കണക്കിന് ഞാൻ നോക്കുമ്പം നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ജർമ്മനിലോട്ടൊക്കെ ആദ്യമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. ഇനി അടുത്ത വീഡിയോ കാണാം.